മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരായ മാസപ്പടി വിവാദം ഇന്നും നിയമസഭയിൽ ഉയർത്താൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നു. എക്സാലോജിക്കിനെതിരായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കും. സാമ്പത്തിക വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ പ്രമേയം മന്ത്രി KN ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. തന്റെ കൈകൾ ഉയർത്തിക്കാട്ടി അദ്ദേഹം പറഞ്ഞത് ഈ കൈകൾ ശുദ്ധമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അഴിമതി ചെയ്യുന്നവർക്ക് മാത്രം അതിൽ ഭയന്നാൽ മതിയാകും, അല്ലെങ്കിൽ മനസ്സമാധാനം നഷ്ടപ്പെട്ടാൽ മതിയാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ മുഖ്യമന്ത്രിയെ തന്നെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്നായി കണക്കാക്കാൻ. കാരണം ഇന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ ഈ എക്സാലോജിക് വിഷയം ഇന്ന് സഭയിൽ ഉയർത്താൻ, ഈ മാസപ്പടി വിവാദം സഭയിൽ ഉയർത്താൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയം, അതായത് വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരായ SFIയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യം, അതിന്ന് സഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരാനാണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്. മാത്യു കുഴൽനാടൻ MLA ആയിരിക്കും ഈ വിഷയം ഉന്നയിക്കുക. നമുക്കറിയാം, ആദ്യഘട്ടം മുതൽ ഈ എക്സാലോജിക് വിഷയത്തിൽ നിയമസഭയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട മറുപടി പറയുന്നതും അതിൽ സഭയ്ക്കുള്ളിൽ ഭരണപക്ഷത്തെ കടന്നാക്രമിക്കുന്നതും മാത്യു കുഴൽനാടനാണ്. മാത്യു കുഴൽനാടൻ തന്നെ ഈ വിഷയം ഇന്ന് അവതരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ അതിൽ ചർച്ചയ്ക്ക് അനുമതി നൽകാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ വിഷയത്തിൽ ഇന്ന് സഭ പ്രക്ഷുബ്ധമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPM എടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ്. CPM പറയുന്നത്, ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. രാഷ്ട്രീയമായി പാർട്ടിയെയും അതുപോലെ LDF സർക്കാരിനെയും വേട്ടയാടാനാണ് ഈ വിഷയം ഉപയോഗിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിച്ചാൽ അതിൽ പ്രതിരോധം തീർക്കും, എന്ത് വില കൊടുത്തും പ്രതിരോധം തീർക്കും, മുഖ്യമന്ത്രിയെ സംരക്ഷിക്കും, സർക്കാരിനെ സംരക്ഷിക്കും എന്നുള്ളതാണ് CPMന്റെ നിലപാട്. CPM നേതാക്കൾ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നിയമസഭയിലെ പ്രധാനപ്പെട്ട വിഷയമായി അടിയന്തര പ്രമേയമായി ഈ വിഷയം കൊണ്ടുവരാൻ ഇന്ന് പ്രതിപക്ഷം ആലോചിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ളത് ആരോപിച്ച ഒരു പ്രമേയം ധനമന്ത്രി സഭയിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ചട്ടം 118 പ്രകാരമായിരിക്കും ഈ പ്രമേയം അവതരിപ്പിക്കാൻ സാധ്യത. ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നാണ് പ്രധാനമായി സർക്കാർ ഉന്നയിക്കാനുള്ള ആരോപണം. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ധനവിഷയത്തിൽ ഈ പ്രമേയം പ്രതിപക്ഷം അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ അടിയന്തര പ്രമേയവും മറ്റു വിഷയങ്ങളുമായി സഭയിൽ വന്നിടത്ത് ധനമന്ത്രി പറഞ്ഞത് 57,000 കോടി രൂപ സംസ്ഥാന സർക്കാരിന് വിവിധ ഇനങ്ങളിലായി കേന്ദ്ര സർക്കാർ നൽകാനുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിനെ പ്രതിപക്ഷം ഖണ്ഡിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഏതാണ്ട് 3,100 കോടിക്ക് അടുത്തു മാത്രമാണ് അത്തരത്തിൽ കേന്ദ്രം സംസ്ഥാനത്തിന് തുക നൽകാനുള്ളൂ എന്നത് പറഞ്ഞാണ് ഖണ്ഡിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രമേയം എങ്ങനെ ഐകകണ്ഠേന പാസാക്കും എന്നുള്ളതായിരിക്കും സഭ ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന്. ഈ 3,100 ആ വിഷയത്തിൽ 3,100 കോടി എന്നുള്ളത് 57,000 കോടി മാറ്റി 3,100 കോടിയാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ളത് എന്ന് തിരുത്തു വരുത്തിയാൽ ഇത് അംഗീകരിക്കാമെന്നൊരു കാര്യം നേരത്തെ പ്രതിപക്ഷം പറഞ്ഞിരുന്നു. അതിനാൽ അതിൽ ഐക്യകണ്ഠേനയുള്ള ഒരു അംഗീകാരത്തിന് വരാൻ സാധ്യത വളരെ കുറവാണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ വരുന്ന തിങ്കളാഴ്ച സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് ധനമന്ത്രി ബാലഗോപാൽ. അത് ഏതു വിധത്തിലും ജനപ്രിയ ബജറ്റായിരിക്കുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പല വിധത്തിലുള്ള നികുതി വർധനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആ ബജറ്റിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്ന് ധനമന്ത്രി സഭയിൽ വെക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ സഭാതലം ഇന്ന് വാർത്തകൾ കൊണ്ട് നിറയും, സഭ പ്രക്ഷുബ്ധമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സമാനമായി തന്നെ തൊട്ടപ്പുറത്ത് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഇപ്പോൾ ഉയർന്നു വന്ന ഈ വിഷയത്തിൽ ഏതു തരത്തിൽ പ്രതിരോധം തീർക്കണം എന്നുള്ള കാര്യത്തിൽ ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നൊരു പശ്ചാത്തലമുണ്ട്. മാത്രമല്ല, ഈ വരുന്ന ഫെബ്രുവരി 8-ാം തീയതി കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിനായി ദില്ലിയിലേക്ക് പോവുകയാണ് സംസ്ഥാന സർക്കാരും അതുപോലെ LDF നേതാക്കളും ഒക്കെ. ഏതു വിധത്തിൽ ഈ സമരങ്ങളുടെ മുന്നൊരുക്കം, മറ്റൊന്ന് ഈ വിഷയത്തിൽ ഏതു വിധത്തിൽ പ്രതിരോധം തീർക്കണമെന്നുള്ള കാര്യവും CPM ആലോചിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPMന്റെ പ്രതിരോധം നമ്മൾ പറഞ്ഞതാണ്, അത് രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് CPM നീക്കം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മറ്റെന്തെങ്കിലും പ്രതിരോധ തന്ത്രം ആവിഷ്കരിക്കണോ എന്നുള്ള കാര്യം പോലും CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ആലോചിക്കും. താങ്ക് യു, അലക്സ് റാം.